ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ആഴ്ചയിലെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് എറണാകുളത്തു നിന്നുള്ള ജോഷുവ, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. ബിലൈറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജോഷുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ, ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ തന്നെ പൂനെയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു വ്യക്തിക്ക് കൂടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ചേർന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഴിഞ്ഞ 22-ാം തീയതി അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ കർത്താവെ, തന്നെ അനുഗ്രഹിക്കണമേ. തൻ്റെ ഭാര്യയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്പോണ്ടിലൈറ്റിസിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, തൻ്റെ MS കംപ്ലീറ്റ് ചെയ്യുവാനും ഒരു നല്ല ജോലി ലഭിക്കുവാനും അങ്ങ് കൃപ ചെയ്യണമേ. മകൾക്ക് വേണ്ടി, മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പോൾ തന്നെ കർത്താവെ, അവർക്ക് നല്ല ഒരു സ്യൂട്ടബിളായിട്ടുള്ള പാർട്ട്ണർ ഉണ്ടാകുവാനും നല്ല ഒരു ഭാവി ഉണ്ടാകുവാനുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി അങ്ങ് ചെയ്യണമേ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. മൂന്നാമതായിട്ട് പത്തനംതിട്ടയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു വ്യക്തിക്ക് കൂടെ വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്നുള്ള കർത്താവെ, ആ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവെ, അവരുടെ പ്രശ്നങ്ങൾക്ക് എല്ലാറ്റിനും പരിഹാരം കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മീകമായിട്ടുള്ള അനുഗ്രഹത്തോടൊപ്പം തന്നെ കർത്താവെ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ കൂടെ വന്നു ചേരട്ടെ. സ്വന്തമായ ഒരു ഭവനം വന്നു ചേരട്ടെ. മകളുടെ വിദ്യാഭ്യാസം, അവളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ 3 സ്പോൺസേഴ്സിനെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് എല്ലാ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിങ് ടുഡേയുടെ പേരിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Brother Damien ministering in USA. Festival of Blessing, Santiago. September 11th, Friday, 7:30 p.m. September 12th, Saturday, 10:30 a.m. and 6:30 p.m. September 13th, Sunday, 11 a.m. India Christian Fellowship, Santiago, 13501 Community Road, Poway, California, 92064. Call 562-8240-137. New York Blessing Festival, September 19th, Saturday, 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York, 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia, September 20th, Sunday, 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania, 19006. Call 21568-03572. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു അനുഭവ സാക്ഷ്യം മിറക്കിൾസ് ടുഡേയിലൂടെ കാണുവാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ അനുഭവം കേൾക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അതൊരു പ്രചോദനമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അമൽ എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയുടെ സാക്ഷ്യമാണ് ഇനിയുള്ള സമയത്ത് നാം കേൾക്കാൻ പോകുന്നത്. ഈ മകൻ്റെ പേര് അമൽ ജോസഫ് എന്നാണ്. ഈ മകൻ തൻ്റെ അപ്പനും അമ്മയും പെങ്ങളെല്ലാം നമ്മുടെ വർഷങ്ങളായിട്ട്, ഏകദേശം 8 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ പതിവായിട്ട് വരുന്ന നമ്മുടെ മെമ്പേഴ്സാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഫുൾ A+ വാങ്ങി പാസ്സാകുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തു. ഇപ്പോൾ ഈ മകൻ +2-ലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ റിസൾട്ട് വന്നു. എന്നാൽ ഈ മകൻ പറയുന്നത് +2-ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മകൻ പറയുന്നത് തനിക്ക് പരീക്ഷയ്ക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സയൻസ് ഫെയർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം തനിക്ക് സ്കൂളിൽ നിന്നുണ്ടായതുകൊണ്ട് 1 മാസം
സ്കൂളിൽ പോലും പോകാൻ പറ്റിയില്ല. അതിൻ്റെ പുറകിലായിരുന്നു, ആ എക്സിബിഷൻ്റെ പുറകിലെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും. ഒരു മാസത്തെ ലെസൺ എനിക്ക് കിട്ടിയിട്ടില്ല, കോച്ചിങ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നീടാണെങ്കിലും സ്കൂൾ ലീഡർ ആക്കിയത് കൊണ്ട് സ്കൂളിലെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, താൻ പഠിത്തത്തേക്കാൾ കൂടുതൽ സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് ആവശ്യമായ കാര്യങ്ങൾ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൻ്റെ പഠനം ഭയങ്കരമായിട്ട് തനിക്ക് പഠിച്ചു തീർക്കുവാൻ കഴിഞ്ഞില്ല. പരീക്ഷ എടുത്തപ്പോഴാണ് തനിക്ക് പെട്ടെന്ന് അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്ത വന്നത്. തൻ്റെ അടുക്കൽ വിന്നേഴ്സ് ഫാക്ടറി ഉണ്ടായിരുന്നു. ബ്രദർ ഡാമിയൻ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ താൻ ഒരു പ്ലാൻ തയ്യാറാക്കി. അപ്പോൾ താൻ നോക്കിയപ്പോൾ 15 ദിവസങ്ങളെ പരീക്ഷയ്ക്കുള്ളൂ. 15 ദിവസത്തിനകത്ത് 51 പാഠങ്ങളാണ് ഈ മകന് പഠിക്കാനുള്ളത്. താൻ പറയുന്നു ഒരു പാഠം തന്നെ 21-25 പേജുകൾ വരും, ഒരു പാഠം തന്നെ. താൻ പറഞ്ഞു ഒരിക്കലും അത് പഠിച്ചു തീർക്കാൻ സാധ്യമല്ലെന്ന് മകനറിയാം. കാരണം താനത് തൊട്ടിട്ടില്ല. പല പാഠങ്ങളും തുറന്നു നോക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളാണ് ഇതിനകത്തുള്ളതെന്ന് ഈ മകൻ പോലും അറിയുന്നത്. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സയൻസ് ഗ്രൂപ്പാണ് മകൻ എടുത്തിരുന്നത്. താൻ ആകെ നിരാശനായി. എന്നാലും കർത്താവിൽ ആശ്രയിച്ച് പഠിക്കാൻ തുടങ്ങി. മാത്രമല്ല തനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് +1 താൻ ചെയ്ത കാര്യം ഇതായിരുന്നു. പ്രെയർ ഡയറിയിൽ എനിക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയിരിക്കുന്നു, അതിനായി ഞാൻ യേശുവിന് നന്ദി പറയുന്നു എന്ന് എഴുതി വെച്ചു. ഞാനത് നോക്കി, ആ ഡേറ്റ് കഴിഞ്ഞ വർഷത്തെ ആ ഡേറ്റൊക്കെ അതിലുണ്ട്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലും +1 ഫുൾ A+ഓടെ പാസ്സായ മകനാണ്. പക്ഷേ ഈ പ്രാവശ്യം തനിക്ക് ഒട്ടും വിശ്വാസം വരുന്നില്ല. കാരണം താൻ പകുതി മാർക്കെങ്കിലും കിട്ടുമോ എന്ന് സംശയിച്ചു. 15 ദിവസങ്ങൾ കൂടെ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കർത്താവിനെ ആശ്രയിച്ച് പഠിച്ചു. താൻ പറയുന്നത് പരീക്ഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, പ്രത്യേകിച്ച് മാത്സിൻ്റെ ദിവസം ഈ മകൻ മൊത്തം 15 ലെസണിൽ 4 ലെസൺ പഠിക്കാതെ പോയേക്കണം. 4 ലെസൺ നോക്കിയിട്ട് പോലുമില്ല. 11 ലെസനേ പഠിച്ചിട്ടുള്ളൂ. എല്ലാ കുട്ടികൾക്കും ആ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ മകനും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പല കാര്യങ്ങളും താൻ പറയുന്നത് ഒരു 50% ഈ മകന് മാർക്ക് അതിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ തിരിച്ച് വളരെ ടെൻഷൻ അടിച്ചു. വീട്ടിൽ വന്ന് താനിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു വചനം കൊടുത്തു. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല. ഈ മകൻ നമ്മുടെ ചർച്ചിൻ്റെ എല്ലാ ക്യാമ്പ് വന്നാലും ഹിസ്റ്ററി മേക്കേഴ്സിൻ്റെ എന്താവശ്യം വന്നാലും അറേഞ്ച് ചെയ്യാനും എല്ലാം ഓടി വരുന്നൊരു മകൻ കൂടെയാണ്. അപ്പോൾ കർത്താവ് തീർച്ചയായിട്ടും തനിക്ക് ഒരു വാക്യമാണ് വാഗ്ദത്തം കൊടുത്തത്. താൻ അപ്പോൾ തന്നെ അന്നത്തെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെണ്ടക്ക അക്ഷരത്തിൽ മുകളിൽ ഈ വാക്യം എഴുതി വെച്ചു. തൻ്റെ കയ്യിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ആ ഡേറ്റ് ഉണ്ട്. എനിക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ലെന്നുള്ള വചനം. 15 ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ അലയും, എങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകുകയില്ല. ഏറ്റവും ബുദ്ധിമുട്ടേറിയ പേപ്പറിന്റെ മുകളിൽ അത് എഴുതി വെച്ചു. യെസ്, ബാക്കി കേൾക്കട്ടെ. ഈ മകൻ പ്രതീക്ഷിച്ചത് എന്നെ ആൾക്കാർ കളിയാക്കും, കാരണം ഞാനിപ്പോൾ കൂടുതൽ ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കുന്നു. 10ാം ക്ലാസ്സിന് എനിക്ക് A+ കിട്ടി, ഫുൾ A+ കിട്ടി. +1 എനിക്ക് ഫുൾ A+ കിട്ടി. മാത്രമല്ല ഈ മകനേക്കാൾ കൂടുതൽ പഠിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ ആ സ്കൂളിലുണ്ട്. അവരെല്ലാവരും മോശം അതായത് അവർക്ക് എഴുതാൻ പറ്റാതെ വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ മകന് റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയത്തിനും A+ഓടെ പാസ്സായി. മാത്രമല്ല പത്രത്തിൽ തൻ്റെ ഫോട്ടോ സഹിതം ആ റിസൾട്ട് വന്നു. യെസ്, താങ്ക് യു സോ മച്ച്. വളരെ അത്ഭുതകരമായി തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ കാര്യം നിൽക്കുമ്പോൾ. ബ്രദർ ഡാമിയൻ കൂടെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ. കാരണം ബ്രദർ ഓർക്കുന്നുണ്ടായിരിക്കും, വിന്നേഴ്സ് ഫാക്ടറിയുടെ ഒരു പ്രത്യേകമായ ഒരു ഇൻ്റർവ്യൂ നടന്നപ്പോൾ ആ ഇൻ്റർവ്യൂ ഗ്രൂപ്പിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പഠനത്തിന് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ താങ്കളോട് ചോദിച്ചിരുന്നു. This is really a great encouragement to all students. കാരണം വിന്നേഴ്സ് ഫാക്ടറി കിട്ടുന്ന ഒത്തിരി പേരും അതൊരു അലങ്കാര വസ്തുവായിട്ട് വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കലി അത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ഒരു ഫേവർ കൂടെ അതിൻ്റെ മേൽ വരുമ്പോൾ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് നമ്മുടെ സ്റ്റഡീസിനെയും നമ്മുടെ ലൈഫിനെയും കർത്താവ് കൊണ്ടുപോകും. നമ്മൾ സാധാരണ ലോകത്തിലുള്ള കുട്ടികളെ പോലെയല്ല യേശു നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്ന് വെച്ചാൽ സർവ്വജ്ഞാനിയായ കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അമലിനെ ഓർത്തിട്ട് ശരിക്കും അഭിമാനമുണ്ട്. കാരണം പഠനം മാത്രമായിട്ടൊരു പുസ്തകപ്പുഴുവായിട്ടിരിക്കുന്നൊരു ചെറുക്കനല്ല. നമ്മുടെ എല്ലാ ഹിസ്റ്ററി മേക്കേഴ്സിൻ്റെ ക്യാമ്പുകളിലും എല്ലാറ്റിലും യുവജനങ്ങളുടെ ഇതിൽ അവൻ വളരെ ആക്റ്റീവാണ്. ഹല്ലേലൂയ, ഗോഡ് ബ്ലെസ് യു. കൈ നീട്ടി മോനെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങളെല്ലാവരും ചേർന്ന് അമലിനെ അനുഗ്രഹിക്കുന്നു. ഇനിയുള്ള വർഷങ്ങളിലും കർത്താവെ, ഇതുവരെ ചെന്നിട്ടില്ലാത്ത മേഖലകളിലേക്ക് ചെല്ലാൻ ജോസഫിനോടുകൂടെ കർത്താവ് ഇരുന്നത് പോലെ, ഡാനിയലിനോടുകൂടെ കർത്താവ് ഇരുന്നത് പോലെ ഈ തലമുറയിൽ അമലിനോടുകൂടെ നീ ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനകരമായ രീതിയിൽ തുടർന്നും മുന്നിലേക്ക് പോകാൻ സഹായിക്കണമേ.
ഒരു മനുഷ്യനെ എത്രത്തോളം അനുഗ്രഹിക്കാം അത്രത്തോളം കർത്താവിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കാണുന്ന എല്ലാവരും ചേർന്ന്, മാതാപിതാക്കന്മാർ, അധ്യാപകർ, സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ഇപ്പോൾ ഞങ്ങൾ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, Hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618. I'm going to speak to you about Jesus the Redeemer. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വീണ്ടെടുക്കുന്ന യേശുവിനെ പറ്റിയാണ്. Everybody say Jesus is the Redeemer. എല്ലാവരും പറഞ്ഞാലും യേശു കർത്താവ് വീണ്ടെടുക്കുന്നവനാണ്. ഉറക്കെ പറയാമോ? When we confess that Jesus is our Redeemer, He will start moving to redeem anything that is lost in your life. നിങ്ങൾ യേശു എൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്ന് വായിലൂടെ നിങ്ങൾ ഏറ്റുപറയുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടെടുത്ത് അത് തിരികെ നൽകാൻ പോവുകയാണ്. Can you believe that? നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? Anything that is lost, Jesus can redeem. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്ത് തന്നെ അത് നഷ്ടപ്പെട്ടു പോയാലും അതിനെ തിരികെ വീണ്ടെടുത്ത് നൽകുവാൻ യേശു കർത്താവിന് കഴിയുന്നതാണ്. In the Old Testament, we read about a prophet. പഴയ നിയമത്തിൽ നമ്മൾ ഒരു പ്രവാചകനെ അറിയാം. And he had many disciples. അദ്ദേഹത്തിന് ഒത്തിരി ശിഷ്യന്മാരുണ്ട്. The prophet and his disciples were living in a small room. ഈ പ്രവാചകന്മാരും തൻ്റെ ശിഷ്യന്മാരും ഒരു ചെറിയ മുറിയിലാണ് അവർ വസിച്ചുകൊണ്ടിരുന്നത്. They didn't have enough space there. അവർക്ക് ഒത്തിരി വലിയ സ്ഥല സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. So the disciples said, we would like to have a bigger room. തൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, നമുക്ക് ഇത്തിരി കൂടെ വിശാലമായ ഒരു മുറി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. And the prophet said, okay, you can go ahead and cut some trees and you can make it bigger. അത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വെളിയിലേക്ക് പോയി മരങ്ങളൊക്കെ മുറിച്ച് കുറച്ചും കൂടെ വലിയൊരു മുറി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. So all these disciples went out to cut some trees. തൻ്റെ ഓരോ ശിഷ്യന്മാരും വെളിയിലേക്ക് പോയി മരങ്ങൾ മുറിക്കുവാൻ തുടങ്ങി. And as they were cutting the tree, their tool went into some water. അവരിങ്ങനെ മരങ്ങൾ മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ആ മഴു അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണം വെള്ളത്തിലേക്ക് വീണു പോകാൻ ഇടയായി തീർന്നു. And the disciples came back and said, we have lost our tool. ആ ശിഷ്യന്മാർ അവിടെ തിരികെ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങളുടെ മരം വെട്ടുന്ന ഉപകരണം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു. Then the prophet came to the riverside. ഈ പ്രവാചകൻ ആ നദിയുടെ തീരത്തേക്ക് കടന്നു വന്നിട്ട് And he took a piece of wood and threw into that water. അദ്ദേഹം ഒരു മരത്തിന്റെ കഷ്ണം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് വലിച്ചെറിയുവാൻ ഇടയായി തീർന്നു. You know what happened? എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമോ? The tool came up. മരം വെട്ടുവാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണം വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുവാൻ ഇടയായി. And the disciples took that axe. ആ പ്രവാചകന്റെ ശിഷ്യന്മാർ ആ ഉപകരണം അവർ കയ്യിലെടുക്കുവാൻ ഇടയായി. What does it show? അതെന്താണ് അവിടെ കാണിക്കുന്നത്? When the Spirit of God is moving, ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, when the hand of God is moving, ദൈവത്തിന്റെ കരങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, anything that is lost from our hands, He can redeem. നമ്മുടെ കൈവശത്തിൽ നഷ്ടപ്പെട്ടു പോയ എന്തൊരു കാര്യത്തിനെയും ദൈവത്തിന് വീണ്ടെടുത്ത് നമ്മുടെ കൈവശം തിരികെ നൽകുവാൻ കഴിയുന്നതാണ്. Even
it is seemingly impossible. അത് ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായ ഒരു കാര്യമാണെങ്കിൽ കൂടെ അത് സാധ്യമാകുന്നതാണ്. For example, an iron piece will never float on water. It will never come up. ഉദാഹരണത്തിന് ഒരിക്കലും ഒരു ഇരുമ്പ് കഷ്ണം ഒരിക്കലും വെള്ളത്തിന്റെ അടിയിൽ നിന്ന് അത് പൊങ്ങി വരിക എന്നുള്ള കാര്യം അത് അസാധ്യമാണ്. But when the prophet threw that piece of wood, എന്നാൽ ഈ പ്രവാചകൻ ഒരു മരക്കഷ്ണം വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ even that heavy stuff iron came up. ആ ഭാരം കൂടിയ ആ ഇരുമ്പ് കഷ്ണം പോലും അത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുവാനിടയായി തീർന്നു. My dear brothers and sisters, look എന്റെ at me. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, If anything is lost from your life, എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായിട്ടുണ്ടെന്നിരിക്കട്ടെ, and you know that it will never come back, നിങ്ങൾ ചിന്തിക്കുകയാണ് അത് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ വരില്ല. but the Bible says nothing is impossible with our God. എന്നാൽ ദൈവത്തിന്റെ വചനം പറയും നമ്മുടെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവുമില്ല. I know for sure one thing here. എന്റെ ഹൃദയത്തിൽ ഒരു കാര്യം വളരെ ഉറപ്പായിട്ടുണ്ട്. Some of you sitting here, you have lost so many things. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങളും നഷ്ടമായിട്ടുള്ളവരാണ്. But here I am to tell you that there is a God who can redeem anything back into your life. എന്നാൽ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് ഒരു കാര്യം പറയാനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായിട്ടിരിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും യേശു കർത്താവ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന് തരാൻ പോവുകയാണ്. If you believe that, shout a hallelujah. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലും. We are going to read from the Bible Romans chapter 3. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് നമ്മൾ ഇപ്പോൾ വായിക്കാൻ പോവുകയാണ്. If you have your Bible, just open. നിങ്ങൾക്ക് ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തുറന്നാലും. Chapter 3 verse number 23, 24 and 25. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 23, 24, 25 വാക്യങ്ങൾ. For all have sinned and fall short of the glory of God. 23. എന്തെന്നാൽ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. 24. And all are justified freely by his grace through the redemption that came by Christ Jesus. 24 അവന്റെ കൃപയാൽ ഈ ക്രിസ്തുവേശു മുഖാന്തരമുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. 25. God presented Christ as a sacrifice of atonement through the shedding of his blood to be received by faith. He did this to demonstrate his righteousness because in his forbearance he had left the sins committed beforehand unpunished. 25 അവന്റെ രക്തത്തിലുള്ള വിശ്വാസത്താൽ പാപപരിഹാരമുണ്ടാകുവാൻ ദൈവം അവനെ നിയോഗിച്ചിരിക്കുന്നു. ദൈവം തന്റെ ദീർഘക്ഷമയാൽ മുൻകാല പാപങ്ങൾക്ക് ശിക്ഷ നൽകാതെ അതിനാൽ തന്റെ നീതി പ്രദർശിപ്പിച്ചിരിക്കുന്നു. Listen to me, brothers and sisters. സഹോദരി സഹോദരന്മാരെ, എന്നെ ശ്രദ്ധിച്ചാലും The greatest redemption happens in the area where we have sinned and lost the original glory. ഏറ്റവും വലിയ വീണ്ടെടുപ്പ് നടക്കുന്നത് അതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയത് അത് തിരികെ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. That's what we read in verse number 23. All have sinned and fall short of the glory of God. അതാണ് 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. എന്തെന്നാൽ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുകയാണ്. We will be eligible to receive salvation when we have an awareness that we have sinned. Then only we will know that we need a salvation. നമ്മൾക്ക് പാപക്ഷമ നേടുവാൻ കഴിയുന്നത് എപ്പോഴാണോ നമ്മൾ പാപം ചെയ്ത് വീണു പോയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നു. ആ സമയത്ത് മാത്രമേ നമുക്ക് പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരികെ വരുവാൻ സാധിക്കുകയുള്ളൂ. Only a sick man needs a doctor. രോഗിക്ക് മാത്രമേ വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളൂ. Only a sinner needs a savior. ഒരു പാപിക്ക് മാത്രമേ രക്ഷകനെ കൊണ്ട് ആവശ്യമുള്ളൂ. The Bible gives us the ultimate truth. ബൈബിൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള പരമപ്രധാനമായ സത്യം പകർന്നു The Bible says all men and women, including babies and even the oldest people living on earth,
all have sinned against God. എല്ലാ പുരുഷനും സ്ത്രീയും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധന്മാർ വരെ ദൈവത്തിന്റെ സന്നിധിയിൽ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. If you take the whole human family from Adam till the last born child in this world, all have sinned against God. ആദാമിനെ മുതൽ ഇന്ന് ലോകത്തിൽ അവസാനമായി പിറന്നു വീഴുന്ന ആ ശിശു വരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് വീണു പോയിരിക്കുകയാണ്. How many of you are listening to me? Shout hallelujah. എത്ര പേർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. But in this human family there came one man without sin, and that is our Jesus. എന്നാൽ ഈ മനുഷ്യ കുടുംബത്തിലേക്ക് ഒരു വ്യക്തി വന്നു, പാപമില്ലാത്ത ഒരു വ്യക്തി വന്നു. ആ വ്യക്തിയാണ് നമ്മുടെ യേശു കർത്താവ്. Shout a big hallelujah to Jesus. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ യേശുവിന് കൊടുത്താലും. Only Jesus is a sinless man. യേശു കർത്താവ് മാത്രമാണ് പാപമില്ലാത്ത ഒരേ ഒരു വ്യക്തി. Hallelujah. ഹല്ലേലൂയ. And through that sinless personality we all are receiving our redemption. ഈ പാപമില്ലാത്ത വ്യക്തിയായ യേശു കർത്താവ് മുഖാന്തരമാണ് പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ലഭിക്കുന്നത്. That is what is written in verse number 24. അതാണ് 24-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. All are justified freely by his grace through the redemption that came by Christ Jesus. അവന്റെ കൃപയാൽ ക്രിസ്തുയേശു മുഖാന്തരമുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായിട്ട് അത്രേ നീതീകരിക്കപ്പെടുന്നത്. Now listen to me. ഇനി ശ്രദ്ധിച്ചാലും എന്നെ, All sisters and brothers, listen to me. എല്ലാ സഹോദരന്മാരും സഹോദരിമാരും എന്നെ ശ്രദ്ധിച്ചാലും, All people all over the world, white or black, brown or yellow, all have sinned. ഈ ലോകം മുഴുവൻ എടുത്തു നോക്കിയാലും കറുത്തവരാകട്ടെ വെളുത്തവരാകട്ടെ ബ്രൗൺ നിറത്തിലുള്ളവരാകട്ടെ മഞ്ഞ നിറത്തിലുള്ളവരാകട്ടെ എല്ലാവരും പാപം ചെയ്തവരാണ്. And all have lost the glory of God. എല്ലാവരും ദൈവത്തിന്റെ തേജസ്സിനെ നഷ്ടപ്പെടുത്തിയവരാണ്. But the next verse is, all are justified freely by his grace through the redemption that came by Christ Jesus. അവിടെ പറയുന്നു, അവന്റെ കൃപയാൽ ക്രിസ്തുയേശു മുഖാന്തരമുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായിട്ട് അത്രയും നീതീകരിക്കപ്പെടുന്നത്. Hallelujah. ഹല്ലേലൂയ. Through one man, the first man, Adam, all became sinners. ഒരു വ്യക്തിയാൽ ആദ്യത്തെ മനുഷ്യനാൽ ആദം മുഖാന്തരം എല്ലാവരും പാപികളായി തീർന്നു. But through the second Adam, Jesus Christ, all are justified. എന്നാൽ രണ്ടാമത്തെ ആദമായ ഒടുവിലത്തെ ആദമായ യേശു ക്രിസ്തു മുഖേന്ദ്ര എല്ലാവരും പാപത്തിൽ നിന്നുള്ള നീതീകരണം പ്രാപിച്ചിരിക്കുകയാണ്. Shout hallelujah. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാലും. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. കേരളത്തിലെ 4 പട്ടണങ്ങളിലായി സെപ്റ്റംബർ 12 തിരുവനന്തപുരം പാണക്കാട് ഹാൾ, സെപ്റ്റംബർ 19 തിരുവല്ല ലയൺസ് ക്ലബ് ഹാൾ, ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, 0484 422 171. ഇനി പ്രാർത്ഥനയുടെ സമയമാണ്. നമുക്കൊരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവികമായ അനുഗ്രഹങ്ങൾ കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും വന്നു ചേരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഇപ്പോൾ തന്നെ രോഗികളായിട്ടുള്ള വ്യക്തികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തൊണ്ടയ്ക്ക് ക്യാൻസർ ഉള്ളൊരു വ്യക്തി ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ തൊണ്ടയിലെ ആ ക്യാൻസർ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. ശരീരം മുഴുവൻ
തടിച്ച് ചൊറിഞ്ഞ് അതിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ, അത് പഴുക്കുന്നത് പോലുള്ള അവസ്ഥയുള്ള ശരീരത്തിൽ അതുപോലെ ഇപ്പോഴും നിങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്തരം വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ചില ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകാൻ പോകുകയാണ്. വിശ്വാസത്തോടെ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തല മുഴുവൻ വല്ലാത്ത വേദന അനുഭവിക്കുന്ന, തലയുടെ ഇന്ന ഭാഗമെന്നില്ല മുഴുഭാഗത്തും നിങ്ങൾ വല്ലാത്ത വേദന അനുഭവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ സൗഖ്യമാകുകയാണ്. സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകൾ നീട്ടി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞിട്ടുള്ളവർ യേശുവിനോട് ഇപ്പോൾ പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും കർത്താവെ, അത്ഭുതകരമായ വിടുതലുകൾ, അനുഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ ഈ വ്യക്തികളുടെ മേൽ വന്നു ചേരട്ടെ. പേര് വെളിപ്പെടുത്തിയതും പേര് വെളിപ്പെടുത്താത്തതുമായ എല്ലാ രോഗങ്ങളും ഈ സമയത്ത് സൗഖ്യമാകട്ടെ. രോഗികളായിട്ടുള്ളവർ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, യേശുവേ എന്നെ സൗഖ്യമാക്കണമേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, ഒരു പക്ഷേ വൈദ്യശാസ്ത്രത്തിന് കഴിയാൻ സാധിക്കാത്തിടത്ത് യേശു കർത്താവിന് ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, യേശുവേ ഒരു അത്ഭുതം എനിക്ക് വേണ്ടി ഇപ്പോൾ അങ്ങ് പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിൽ നിന്ന് അങ്ങ് മറുപടികൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില വ്യക്തികൾ കർത്താവ് ഇപ്പോൾ തന്നെ അവരുടെ ലോണിൻ്റെ പ്രശ്നത്തിൽ ദൈവമേ അത്ഭുതകരമായ ഒരു തീർപ്പ്, കർത്താവ് പറയുന്ന ഒരു തീർപ്പ് തന്നെ ആ കാര്യത്തിൽ ദൈവം തമ്പുരാൻ കൽപ്പിക്കാനായിട്ട് പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ കാര്യത്തിൽ ഒരു തീർപ്പ് അങ്ങ് കൽപ്പിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരൊരു പക്ഷേ പ്രാർത്ഥിച്ചു കാണില്ല, പക്ഷേ അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി കൂടെ കർത്താവെ അങ്ങ് ചെയ്യണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വ്യക്തികളെയും ഞങ്ങളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ആഴ്ച മുഴുവൻ നമ്മുടെ ഉത്സവകാല സീസണാണ്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ നടക്കുന്ന എപ്പിസോഡ് കാണാൻ മറക്കരുത്. പുത്തൻ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ പോവുകയാണ്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.